ഹായ്. അങ്ങനെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സ്കൂൾ തുറന്നിട്ട് ഇന്ന് 2-ാം ദിവസമായിട്ടുണ്ട്. ഇന്നാണ് സാധാരണ സ്കൂൾ പോലെ പോകാൻ വേണ്ടിട്ട് തുടങ്ങുന്നത് അല്ലേ? ടൈം ടേബിൾ എല്ലാം എടുത്ത്. അപ്പൊ ടൈം ടേബിൾ ഇല്ലേ, കിട്ടിയിട്ടാ? അധികെല്ലാം ടൈം ടേബിൾ കിട്ടി. ഞാൻ നിനക്കും കിട്ടിയിട്ടുണ്ടാവും. മാഷ് ഇന്നലെ പോയരം പറഞ്ഞിട്ടുണ്ടായിനി ഒരാഴ്ച സാധാരണ എല്ലാരും ഒന്ന് ഇങ്ങനെ 2 മാസം വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാം മറന്നുപോയോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ആദ്യം ഒന്ന് കുട്ടികളെല്ലാം ഒന്ന് ഇങ്ങനെ ടെസ്റ്റും കാര്യങ്ങളും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇങ്ങനെ ആക്ടിവിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ശേഷമായിരിക്കും ക്ലാസ് തുടങ്ങല്. അപ്പൊ ആദ്യക്കൂട്ടനെല്ലാം ഇന്നേക്ക് ടൈം ടേബിൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോ ലോകൂട്ടൻ പോവാൻ വേണ്ടി റെഡി ആയിട്ടാ. രണ്ടാൾക്കും യൂണിഫോം അടിച്ച് കിട്ടണം അത്രേ. അതുകൊണ്ടാണ് രണ്ടാളും കളർ ഡ്രസ്സിൽ പോയി. നമ്മള് സ്കൂളിൽ നിന്ന് പറഞ്ഞു ഒരാഴ്ചയും യൂണിഫോം ഇടാണ്ടിരിക്കാം. അടിച്ച് കിട്ടിയിട്ടില്ലല്ല. ആ ലോകൂട്ടന് ഇപ്രാവശ്യം പുതിയ യൂണിഫോമാണ്. യൂണിഫോം മാറി കഴിഞ്ഞാൽ ഒരു വെള്ളയാണ്ടായിന് അലക്കി എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് യൂണിഫോം. ഇപ്രാവശ്യം ഒരു ചെക്ക് അതിക്കൂട്ടന്റെ യൂണിഫോം പോലെ ഒരു ചെക്ക് കളർ കിട്ടിയിട്ടുണ്ട്. അതേ സെയിം നീല. അതിക്കൂട്ടനെ ഇടുന്നല്ലോ കോപ്പറായിട്ട് കളിക്കുന്നുണ്ട്. ഓന് 7 മണിക്ക് ഇന്ന് ട്യൂഷൻ ഉണ്ടായിനി. മുന്നെല്ലാം സ്കൂളിന്റെ അടുത്ത് തന്നെയില്ലേ അക്കാദമിയിലാണ് ട്യൂഷന് പോയിക്കൊണ്ടുണ്ടായിനി. ഇപ്പം വീട്ടിന്റെ കുറച്ചടുത്ത് തന്നെ പേരളത്ത് സ്റ്റഡി സെന്ററിലാണ് ട്യൂഷന് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് 6 മണിയാകുമ്പം പോണം. എന്നിട്ട് അവിടെ നിൽക്കണം. രാത്രി നൈറ്റ് ആൺകുട്ടികളെല്ലാം നൈറ്റ് അവിടെ നിൽക്കണം. അപ്പൊ അവിടെ നിന്ന് അവര് പഠിപ്പിക്കും, ഹോംവർക്കെല്ലാം ചെയ്യിപ്പിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. എന്നിട്ട് രാവിലെ 6 മണിയെല്ലാം ആകുമ്പോൾ വീട്ടിലേക്ക് വരല്. എന്നിട്ട് വീട്ടിൽ നിന്ന് പിന്നെ സ്കൂളിലേക്ക് വരും. ഇപ്പം ഒരാഴ്ച പിന്നെ സാധാരണ പോലെ ക്ലാസ് തുടങ്ങണത്രേ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് തുടങ്ങണത്രേ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് ക്ലാസ് തുടങ്ങും. 7 മണി മുതൽ 8 മണി വരെ ക്ലാസ്. അതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ സ്കൂളിലേക്ക് പോവാം. ഈ ഒരാഴ്ച ഇങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞു. അപ്പൊ അതിൽ കൂടെ രാവിലെ 6:45 പോയി. രാവിലെ ദോശയും പിന്നെ ഇന്നലെ സാമ്പാറിലാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് ചിക്കൻ കറീൻ്റെ ചാറും ഉണ്ടായിന്. അപ്പം ദോശക്ക് അതെല്ലാം കൂട്ടിയിട്ട് അതിക്കൂട്ടനും രാവിലെ ക്ലാസ്സിന് പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പം പിന്നെ അനിയേട്ടനും ഇപ്പം മഴയായാലും ഭയങ്കര ചൂടാണ്. ഇടക്കിടക്ക് മഴ പെയ്താലും പിന്നെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് രാവിലെ 6 മണിക്കേ പണിക്ക് പോയിട്ട് നേരത്തെ പണി കഴിഞ്ഞിട്ട് വരും. അങ്ങനെ അനിയേട്ടനും രാവിലെ പോണോണ്ട് നേരത്തെ എണീച്ച് എൻ്റെ പരിപാടിയെല്ലാം ആയി. ഇന്ന് മുതൽ ലഞ്ച് ബോക്സ് പാക്കിംഗ് ആരംഭിക്കണം. ലോകുട്ടനും സ്കൂളിൽ നല്ല ചോറും കറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിക്കുട്ടനും സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം. 8-ാം ക്ലാസ്സിന് മാത്രമേ ഹൈസ്കൂളിൽ ചോറ് കൊടുക്കുന്നില്ലൂ. 9-നും 10-നെല്ലാം വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ലഞ്ച് ബോക്സ് എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറി സാമ്പാറുണ്ട്, ബീട്രൂട്ട് ഉപ്പേരി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കൊയലേനെ പോലത്തെ ഒരു മീൻ അനിയാണ്ട് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. പക്ഷെ ഈടെല്ലാം സാധാരണ കിട്ടൽ കൊയല വെച്ച് കഴിഞ്ഞാല് ഒരു വെള്ള കളറായിട്ട് കുറച്ച് ചൂളി ചെതമ്പലില്ലേ അതില്ല ടൈപ്പിലാണ്. പക്ഷെ ഇത് ഒരു വെറൈറ്റി ചുവപ്പ് കളറ്. അത് പിന്നെ അതിന് ചെതമ്പലില്ലേ ചൂളി എന്നാ നമ്മുടെ പറയല്, അതും ഇല്ല. അങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു പിന്നെ കൊയലയാന്ന് കിട്ടിയിട്ടുണ്ടായിന്. ഞാൻ ഇതുവരെ കണ്ടിട്ടാ അത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇങ്ങനെയെല്ലാം ആണ്. ഇനിയിപ്പം അതിക്കൂട്ടൻ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ലോകു മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം പേരും അച്ഛനും ഞാനും ലോകും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിക്കൂട്ടൻ അതിന് കുറേ നാളത്തേക്ക് മിസ്സാവും അല്ല ദേ. ഓനെ കാണിക്കണമെങ്കിൽ ക്യാമറ കുറച്ചുകൂടി പൊന്തിക്കേണ്ടി വരും. ഇതേത് കുപ്പായിലിട്ടിട്ട് വരുന്നു. ഇങ്ങനെ ഫ്രണ്ട്സിന്റെ എല്ലാം കുപ്പായം വാങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും, ഇടും. എന്താ കുപ്പായടാ ഇതന്നെയാന്ന് എനിക്ക് പണി കേട്ടാ. അപ്പൊ അതിക്കൂട്ടന് യൂണിഫോം മാറിയിട്ടൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ കാലത്തെ യൂണിഫോം പാകാവുന്നില്ല. 8-ന്നും 9-ന്നും അത് ഇട്ടു. ഇപ്പൊ 10-ാം ക്ലാസ്സിലെത്തുമ്പോഴത്തേനും സൈസെല്ലാം അത് ഷർട്ട് ചെറുതായി. അപ്പൊ അത് തയ്ക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് തന്നെ തയ്ച്ചു കൊടുക്കും അവര് മൊത്തം ഇങ്ങനെ എടുത്തിട്ട്. അപ്പൊ അത് കിട്ടണം അത്രേ. ഇന്ന് കിട്ടുവാ മിസ്സാവുക രാത്രിക്ക്. അതിക്കൂട്ടല്ലേ ഇത്രയും വലിയ പന പോലെ വളർന്നിട്ട് എൻ്റെ അടുത്തേ കിടക്കുക. അമ്മ വാ രാത്രി. അതല്ല അമ്മ വാ രാത്രി കിടക്കണമെങ്കിൽ അമ്മ വാ പറഞ്ഞോണ്ടിരിക്കും. ഇനിയിപ്പോ എങ്ങനെ അമ്മേന്റെ അടുത്ത് കിടക്കല്? അങ്ങനെ ശീലാവല്. ഞാൻ വിചാരിച്ച എന്തുകൊണ്ട് നല്ലതാണ് രാത്രി അവിടെ നിൽക്കുമ്പോ ട്യൂഷൻ്റെ അടുത്ത് കുറച്ച് അങ്ങനെ ഒരു മാറ്റം വരുമല്ല. ലോകൂട്ടൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ലോകൂട്ടൻ അച്ഛൻ്റെ അടുത്ത് കൊടുക്കും അല്ലേ? അമ്മേടെ അടുത്തും കൊടുക്കും, അച്ഛൻ്റെ അടുത്തും കൊടുക്കും.
ഞാൻ സ്കൂളിൽ പോട്ടെ. ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണ്ടേ? ചോറുണ്ട്. എന്തേ പട്ടിണിയാ? അപ്പൊ ഇന്നലത്തെ വിശേഷം അതിക്കൂടെ ആരും കേട്ടിച്ചല്ല. ഇവൻ നമ്മ വീഡിയോ എടുക്കുന്ന സമയത്ത് കുളിക്കാൻ കയറിന്. പിന്നെ നാളെ സ്കൂളിൽ പോകുമ്പോ ഞാൻ ഈ ബാഗെല്ലാം എടുത്തിട്ട് സൈഡ് ബാഗെല്ലാം എടുത്തിട്ടല്ലേ പോവുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് കുശും പിടിച്ചിട്ടെല്ലാം കുറെ നേരം നിന്നിട്ട് വീഡിയോയിൽ വന്നിട്ട്. അപ്പൊ ഇന്നലെ എങ്ങനെയുണ്ടായിനി സ്കൂളിൽ പോയിട്ട്? വിളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പറ, ജസ്റ്റ് പറയും. അല്ല ഇനി 10ാം ക്ലാസ്സിലല്ലേ ആദിക്കുട്ടന്റെ സ്കൂളില്. ആദിക്കുട്ടൻ പഠിക്കുന്ന ക്ലാസ്സില്ലേ 10 എല്ലാന്ന് കേട്ടാ. എം വരെ ക്ലാസ് ഉണ്ട്. ABCDEFGHIJKL M വരെ ക്ലാസ് ഉണ്ട്. ആ അപ്പൊ ഞാൻ വേഗം എല്ലാം റെഡിയാക്കട്ടെ. അപ്പൊ ഇതാ ബീട്രൂട്ട് വറവാക്കിയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ മീൻ ഇതാടെ പൊരിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറും കൂടി ഉണ്ട് കേട്ടാ. അപ്പം വേഗം അതിക്കുട്ടൻ്റെ ലഞ്ച് ബോക്സ് ഒന്ന് സെറ്റ് ആക്കട്ടെ. അതിന്റെ ഇടയ്ക്ക് വലിയൊരു യുദ്ധം നടന്നല്ലോ ലോകൂട്ടാ. അപ്പത്തേനും നമ്മ വീഡിയോ എടുത്തോണ്ട് കൊടുക്കുമ്പോ തന്നെ അതികൂട്ടന്റെ ഫ്രണ്ട്സ് എല്ലാം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി അവര് റെഡി ആയിട്ട് വന്നു. പിന്നെ അതികൂട്ടര് വെപ്രാളായി വേഗം പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓനും സൈക്കിളിൽ തന്നെ പോയിട്ടുണ്ടായി. ലോകൂട്ടൻ്റെ സൈക്കിൾ എടുത്തിട്ടാ. ഇളയപ്പൻ്റെ മോൻ്റെ സൈക്കിൾ ഉണ്ടോ ഇപ്പൊ +2 കഴിഞ്ഞിട്ട് പിന്നെ എവിടെയും പോകണ്ട. അപ്പോൾ 2-3 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ സൈക്കിൾ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അവിടെ കൊണ്ടാക്കി. അവിടെ നിന്ന് സൈക്കിൾ എടുത്തിട്ട് ഓനും പോയി. അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. ലഞ്ച് ബോക്സ് എല്ലാം പാക്കിംഗ് എല്ലാം ഒരു ചട്ടപ്പടയായിരുന്നു അല്ലേ. ലോഡിന് സ്കൂളിൽ ചോറുണ്ട്, പ്ലേറ്റ് മാത്രം കൊണ്ടായാൽ മതി അല്ലോ ഗുസേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദിക്കുട്ടൻ്റെ സ്കൂളിൽ പിന്നെ കുറേ കുട്ടികളുണ്ട്. ഇപ്പം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുവള്ളൂരാണ് പഠിക്കുന്നത്. ഇപ്പം അല്ല, കുറേ വർഷമായി ഇതിൽ ഹൈടെക് സ്കൂളായി മാറിയിട്ട്. അപ്പോൾ M വരെയുണ്ട്. ഈ ആദിക്കുട്ടൻ്റെ 10ാം ക്ലാസ് M വരെയുണ്ട്. ഇപ്പോൾ 9ാം ക്ലാസ്സും അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്ന 8ാം ക്ലാസ് N ഡിവിഷൻ വരെയുണ്ട്. അപ്പോൾ എത്ര ക്ലാസ്സായി വിചാരിച്ചേക്ക്. അത്രയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, വലിയ സ്കൂളാണ്. അപ്പോൾ 10ാം ക്ലാസ് ആയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട് അല്ലേ. ലോകൂട്ടൻ അങ്ങനെ പോവാൻ റെഡി ആയിട്ടുണ്ട്. ലോകൂട്ടൻ ഇന്ന് സൈക്കിൾ എടുത്തിട്ട്, പുതിയ സൈക്കിൾ എടുത്തിട്ട് പോകുന്നതിന്റെ സന്തോഷത്തിലാന്നല്ലേ. അപ്പൊ റെഡി ആയിട്ട് നമ്മ ഇങ്ങനെ ഇരിക്കലാന്ന്. എന്തേ ലോകൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോവാൻ. വീട്ടിലിരിക്കുമ്പോ തോന്നുന്നു ബോറടിയല്ലേ. മുമ്പേ നമുക്ക് സ്കൂളിൽ പോവാൻ മടിയായിരുന്നു. ഒരു ദിവസം ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഇപ്പഴത്തെ കുഞ്ഞൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സ്കൂളിൽ പോവാനാ ഇഷ്ടം അല്ലേ. ലോകൂട്ടനതെ അല്ലേ ലോകൂട്ടാ. ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് നല്ല അടിച്ച് പൊളിച്ച് പഠിച്ച് മിടുമിടുക്കനാവാൻ. ഇന്നലെ ഏട്ടൻ കൊണ്ടുപോയി അല്ലേ. ലോകൂട്ടൻ ആഗ്രഹിച്ചിട്ട് പുതിയ സൈക്കിളിൽ പോണെന്ന് വിചാരിച്ചിട്ട് ഇരുന്നാ പറ്റിയത്. അപ്പൊ ബൈ ബൈ, സീ യു. വൈകുന്നേരം കാണാ. ആ കുപ്പി വേണ്ടല്ല, വേറെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടേ വെള്ളത്തിന്. ടാറ്റാ. ആ അങ്ങനെ രണ്ടാളും സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റക്കായി. 2 മാസത്തിന് ശേഷം ഇത്രയും ദിവസം വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളും കാര്യങ്ങളെല്ലാം ആയിരുന്നു. ഇനി ശാന്തായിട്ട് ഞാനിങ്ങനെ വീടിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ രണ്ടാളും സ്കൂളിൽ പോയി. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം അമ്മ എത്തും കേട്ടാ. ഇന്ന് രാവിലെ അവിടെ നിന്ന് വിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂള് ഇല്ല സമയത്തെ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചോറും കറിയും പരിപാടിയെല്ലാവും. അതികൂട്ടന് കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് പണിയൊന്നുമില്ല. ചോറായി, കറിയായി, എല്ലാമായി. ഇനിയിപ്പം കുറച്ച് അടിച്ച് വാരി വൃത്തിയാക്കണം, അലക്കണം, അങ്ങനെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ സമീപം ഏകദേശം 1:30 ആവാനായിട്ടുണ്ട്. രണ്ടാളും ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ. ഇന്നലെ പിന്നെ ഞാനും ലോകൂട്ടനോട് സ്കൂളിൽ പോയില്ല. അപ്പോൾ വൈകുന്നേരം വരെ അങ്ങനെ സമയം പോയി. ഇന്ന്
എന്തോ പോലെ. അവരെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ കുറച്ച് സമയമാണ് ഇങ്ങനെ കിടന്നു. എന്നിട്ട് ഇപ്പം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എണീച്ചിട്ട് പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ. ചോറും കറിയെല്ലാം രാവിലെ ആയിട്ടുണ്ടായിന്. ഇപ്പോൾ ഇതാ ഞാൻ ചോറ് കഴിക്കാൻ പോയത്. സാമ്പാർ കറിയുണ്ട്, ബീട്രൂട്ട് ഉപ്പേരിയുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ മീനില്ലേ അത് അതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 വേഗം പൊരിച്ചതാണ്. എൻ്റെ 2 പീസ് ബാക്കിയുണ്ട്. അത് പിന്നെ ചിക്കൻ്റെ ഗ്രേവിയും ഉണ്ട്. അപ്പം ചോറ് കഴിക്കട്ടെ. നല്ല സ്കൂളിൽ ചോറ് കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ കോഴിക്കോട് പോയ എൻ്റെ ലേഗൂസ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പം വന്നതേ ഇല്ല കേട്ടാ. പാറവമ്മേൻ്റെ അടുത്ത് എത്തിയിട്ട് വിളിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അനിയത്തി പോയിട്ട് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ലേഗൂസേ, ലേഗൂ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതാ എൻ്റെ ലേഗൂസ് എത്തിയിട്ടുണ്ട്. എന്നുണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. ഡോക്ടറെ കാണിച്ചിട്ട് എന്ത് പറഞ്ഞു? കാണിച്ചിട്ട് എന്ത് പറഞ്ഞത്, അധികം പിന്നെ കാലിന് അങ്ങനെ ഇത് കൊടുക്കരുത് പറഞ്ഞു. ഇപ്പോഴത്തെ കാലിലും വരുന്നുണ്ട് പറഞ്ഞു ഞാൻ വേദന. അത് നോക്കിയിട്ട് അധികം അങ്ങനെ നിൽക്കരുത്, പിന്നെ കുറേ സ്ഥലം റെസ്റ്റ് കൊടുക്കണം കാലിന് എന്നെല്ലാം കൊടുക്കൂലല്ലോ. സബിയാൻ്റെ എന്ത് പറയുന്നു? സബിയാൻ്റെ നല്ല തന്നെ, സുഖം തന്നെ എല്ലാവർക്കും. ഉച്ചകേഷമാണ് കൊണ്ടുപണിക്ക്. പിന്നെ അതിനിടയ്ക്കൊരു വയനാട്ടിലും പോയി. നാട്ടിലും പോയി ഒന്നല്ലേ? അവിടെ അടുത്തല്ലേ പോവാൻ വേണ്ടിട്ട്? ഞാനും അവളും കൊണ്ട് പോയിട്ടില്ല. ഇനി ഇപ്പളേ കാണിക്കാൻ പോകാൻ പറഞ്ഞു. ഇനി അത് കാണിക്കാൻ അന്ന് കാണിച്ചിട്ട് കുറേ നാളായില്ലേ. എൻ്റെ അമ്മ പറഞ്ഞു ഇത് കുറേ നാളായല്ലോ. ആ ലിസ്റ്റ് ലാസ്റ്റത്തെ അല്ലേ കൊണ്ടുപോയത് അമ്മ ഞാൻ. മാറിയിട്ടുണ്ടാവും. അല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടേ വസന്തമേരി ഉണ്ടാകുമ്പോൾ ഞാനെന്തെങ്കിലും പിള്ളേരെല്ലാം പോയത്. അതാ ലിസ്റ്റ് അത് പോകുമ്പോൾ 2 ലിസ്റ്റ് ഉണ്ടായിന്. അതിൽ എടുത്തില്ല ഞാൻ. ആ എടുത്ത് ഒരു 6 മാസമായി നമ്മൾ 6 മാസമായിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചക്ഷൻ എടുത്തേ? ഇഞ്ചക്ഷൻ എടുത്തിന്. പിന്നെ രാവിലെ അവിടെ നിന്ന് വിട്ടു അല്ലേ? രാവിലെ 8 മണിക്ക് വിട്ടു. 8 മണിക്ക് വിട്ട് ഇപ്പൊ എത്തിയതേ ഇല്ലൂ കേട്ടാ. അല്ല ഇപ്പം കുറച്ച് സമയം അവിടെ പറമ്പരടുത്ത് സമയമായിരിക്കുന്നു. കണ്ണൂര് 12 മണിയാകുമ്പോൾ കണ്ണൂരെത്തി. പിന്നെ അവിടുന്ന് കണ്ണൂർ വേഗം എത്തി. ഭക്ഷണം കഴിച്ചിനാ? അമ്മമാരുടെ ചോറ് കഴിച്ച്. ഞാൻ കറിയിലാക്കിന്. ബീട്രൂട്ട് വറവുണ്ട്. അതിക്കന് ചോറ് കൊണ്ടുപോകണ്ടേ? എല്ലാം ബാക്ക് ടു സ്കൂൾ അത് മാത്രല്ല, ഇനിയിപ്പോ വൈകുന്നേരം ട്യൂഷൻ്റെ അടുത്ത് പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകണം. ഈ ആഴ്ച ഇല്ല, അടുത്ത ആഴ്ച മുതൽ അതിക്കൊണ്ട് അവിടെ നിൽക്കേണ്ടി വരും. രാവിലെ അല്ലേ? രാത്രിക്കെല്ലാം അവിടെ നിൽക്കും, രാവിലെ വരും. പിന്നെ നമുക്ക് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അമ്മക്ക് മാത്രല്ല 2 ഉപയോഗിക്കാം. പക്ഷെ അമ്മക്കാന്ന് ഏറ്റവും കൂടുതൽ എല്ലാരും പറയല്. ഞാൻ എന്നറേ ഒച്ചത്തില്, നമുക്ക് മൈക്കും കാര്യങ്ങളെല്ലാം ഇല്ലാത്തതുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തരം മുതലേ ഒച്ചത്ത് പറഞ്ഞു ഇപ്പൊ എൻ്റെ ഒച്ച ഭയങ്കര ഒച്ചയായിട്ട് എനക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ നമ്മിതാ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. 2 ഉണ്ട്. ഒന്ന് അത് ഇതാ നമ്മ കാന്തത്തിന്റെ ഒട്ടിക്കല്ലേ? ഞാൻ ഒട്ടിച്ചേരാം. അപ്പൊ ഇത് ഇങ്ങനെ കാന്താന്ന് ഇതിന്റെ ബാക്കിൽ ഇതാ ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ അടുത്ത് ഇത് ഡ്രസ്സിന് വെക്കും. ബാക്കിൽ ഒട്ടിക്കുക. ഒട്ടിച്ചു. പിന്നെ ഇതിനൊരു സാധനമുണ്ട്. ഇത് ഫോണിന് കണക്ട് ചെയ്യണം, എന്നാലേ കിട്ടൂല, സൗണ്ട് കിട്ടൂല. ഇപ്പൊ സൗണ്ട് കിട്ടൂല. ഇപ്പൊ നമ്മ സാധാരണ വർത്താനം പറയുന്ന ആ ഒരു ഇത് കിട്ടൂല. നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട്. അമ്മേന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ അമ്മ മെല്ലെ പറയുമ്പോ ചിലപ്പോ അത്ര കേൾക്കുന്നുണ്ടാവില്ല. മൈക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം അല്ല അമ്മ? അപ്പൊ അമ്മ എന്തെങ്കിലും പറഞ്ഞു നോക്കിയേ. ഇതാ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അമ്മക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്തെങ്കിലും പറയ്. എന്താ പറയാ, നമ്മളെ വീഡിയോ കാണുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയ്. അപ്പൊ മൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് പിന്നെ നല്ല സൗണ്ട് കിട്ടുന്ന പറയുന്നത്. അപ്പൊ കിട്ടുമോ നോക്കാല. ഇനി വന്നിട്ടുണ്ടതാ ലോകൂട്ടനെ സ്കൂളിട്ട് വന്നു കേട്ടാ. അതെ, വാ ലോകൂട്ടാ, അമ്മമ്മ എത്തി.
കുന്ന് കയറ്റി വരലായില്ലേ സൈക്കിളെല്ലാം. ഗിയർ സൈക്കിൾ കിട്ടിയ പിന്നെ ആ ഒരു ടെൻഷൻ മാറി കിട്ടിയില്ലേ. അല്ലെങ്കിൽ എപ്പം പരാതിയാന്ന് കുന്ന് കയറ്റുമ്പോ ക്ഷീണം പിടിക്കുന്നു, കുന്ന് കയറ്റാൻ പറ്റുന്നില്ല. ഇപ്പൊ കിതപ്പുണ്ടല്ലോ കുറച്ച്. ഇപ്പൊ വൃത്തി കുന്നെല്ലാം കയറ്റാൻ പറ്റുന്നുണ്ടാ? മുടിയുടെ മുറിച്ച് നല്ല കുഞ്ഞായല്ല. എപ്പൊ മുറിച്ചേ? ശനിയാഴ്ച നിങ്ങ അന്ന് പോയെന്ന് വൈകുന്നേരം. അതെയോ? അന്ന് ഫ്രണ്ട്സിന്റെ പരം പോയി മുറിച്ചിന്. ഓന് ഇപ്പൊ നമ്മളപ്പുറം കിട്ടില്ലല്ലോ. ഓന് മുടി മുറിക്കാൻ, ഡ്രസ്സ് എടുക്കാൻ, അതെല്ലാം ഫ്രണ്ട്സിന്റെ പരം പോകുന്ന ഞാൻ കൊടുത്തിന് പൈസ മുടി മുറിക്കാൻ വേണ്ടിട്ട്. എന്നോട് പറഞ്ഞു അമ്മമ്മ പൈസ തന്നിന് മുടി മുറിക്കാൻ വേണ്ടിട്ട്. അന്ന് ഉച്ചക്ക് തന്നെ പോയിനി മുടി മുറിക്കാൻ. വൈകുന്നേരം അനിയേട്ട പണിയേറി ഇപ്പൊ നേരത്തെ വരലുണ്ടല്ലോ, രാവിലെ പോയിട്ട്. അപ്പൊ ഞാനും ഓനും കൂടി അനിയേട്ടനും കൂടി പോയിട്ട് മുടിയെല്ലാം മുറിച്ച് കുറച്ച് നോട്ട്സ് എല്ലാം വാങ്ങി. ഇനി മെയിൻ ആയിട്ട് വേണ്ടത് റെയിൻകോട്ടും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം വാങ്ങണം അത്രേ. ഇന്ന് ഞാൻ ചെറിയ ചാലുവോ നടന്നിട്ടുണ്ട്. പിന്നെ ഇനി അതിക്കൂട്ടം വരണത്രേ. പിന്നെ ഓനെ ഇനി ഈ ഒരാഴ്ച രാവിലെയാണ് ക്ലാസ്. അത് കഴിഞ്ഞാലിപ്പ ആടെ നിക്കുമ്പോ മാറി നിന്നിട്ടേ ഇതുവരെ എങ്ങനാന്നറിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രാവിലെ എടുത്തു തുടങ്ങിയതാന്ന്. രാവിലെ സ്കൂള് പോകുന്ന കുറച്ച് വിശേഷങ്ങളും അങ്ങനെയെല്ലാം ആയിട്ട് എടുത്തതാന്ന്. അപ്പൊ അമ്മയും തിരിച്ചെത്തിയിട്ടുണ്ട്. പോയിട്ട് ചൊവ്വാഴ്ച തിരിച്ചെത്തി. അനിയത്തീരെ അടുത്ത് നിന്നു അടിച്ചു പൊളിച്ച് ഡോക്ടറെല്ലാം കണ്ട് വന്ന്. അമ്മ എല്ലായിടത്തും ഒറ്റക്ക് പോകും കേട്ടാ. കൊറേ ആള് സംശയം. അങ്ങോട്ട് വയനാട്ടിലേക്ക് ഞാൻ ഓളാ പോയത്. അല്ല അമ്മ വയനാട്ടിലേക്കായാലും ഒറ്റക്ക് പോകും. ട്രെയിനിൽ കയറി പോവാനേ ഒറ്റക്ക് പേടിയില്ല. ബസ്സില് പിന്നെ അങ്ങനെ എവിടെ ഇറങ്ങി നോക്കിയിട്ട് ഒരിക്കൽ പോയാൽ പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എത്ര നേരം ഒറ്റക്ക് ട്രെയിനിൽ പോയിട്ടാ നമ്മെല്ലാം പോയതേലും. അല്ല ഇനി ഒരിക്കൽ പോയി കയറ്റി വിട്ടാൽ ചിലപ്പോ അങ്ങനെ ഇറങ്ങാനെല്ലാം അറിയായിരിക്കും. പക്ഷെ ബസ്സിലാവുമ്പോ പിന്നെ ഒന്നുമില്ല, വേഗം എത്തുന്നുണ്ട് ബസ്സിലായാലും. പിന്നെ ഒന്നും പേടിക്കാനില്ല. മാറി കയറണമെന്നേ ഇല്ലു. ബസ്സിലപ്പോ ഇഷ്ടംമാതിരി ബസ്സുണ്ട്. അവിടെ ഇറങ്ങുമ്പോ ഇങ്ങോട്ടുള്ള ബസ്സുണ്ട്. കണ്ണൂരിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ പൈൻ്റേക്കുള്ള ബസ്സുണ്ട്. പിന്നെ കൊയിലാണ്ടി ഇറങ്ങിയിട്ട് അപ്പുറം നിൽക്കുമ്പോ തന്നെ കണ്ണൂർ ബസ്സും വന്നു. പേടിയും ബസ്സിന് നിൽക്കേണ്ട ഒരു ഇതുണ്ടായിട്ടാ. വേഗം ബസ്സെല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ എവിടെ അങ്ങനെ നമ്മ എവിടെയും പോവാൻ മടിച്ച് നിന്നാല് പിന്നെ എപ്പം മടിച്ചിരിക്കലോ. നമുക്ക് എപ്പോ ആളെ കിട്ടുകയും ചെയ്യില്ല. അപ്പൊ ഒറ്റക്ക് പോയി തന്നെ ശീലിക്കണം. ധൈര്യം വേണം കുറച്ച്. ഞാൻ ചോദിച്ചു അമ്മ ഞാനും വരട്ടെ. അല്ല സ്കൂൾ തുറക്കാനായില്ലേ? തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമ്പോ പിന്നെ അമ്മക്ക് കുറച്ച് ദിവസം അവിടെ നിക്കണം എന്നുണ്ടായിനി. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ അതിന് പറ്റൂല. പിള്ളേർക്ക് എപ്പോഴും നമുക്ക് ഈ പണി തിരക്ക് പറഞ്ഞിട്ട് നമുക്ക് കുടുംബങ്ങളായിട്ടുള്ള ഒരു ബന്ധമെല്ലാം പോകും. പിന്നെ 2 ദിവസം പോയിട്ട് അവിടെ നിന്നു. ഞങ്ങൾക്ക് സ്പെഷ്യൽ കൊണ്ടുവന്നില്ല തിന്നെ. കേക്ക് കൊണ്ടുവന്നു. മറ്റൊന്നും കൊണ്ടുവന്നില്ല. ലേശം കേക്ക് അമ്മമ്മ മണിച്ചിന് അവിടെ കൊടുത്തു. ലേശം കേക്ക് ഇങ്ങോട്ട് മണിച്ച് തൊട്ടി കേക്ക്. അപ്പൊ നമുക്ക് ചായയെല്ലാം കുടിക്കാം. അതിക്കൂട്ടനും ഇപ്പം വരും. അതിക്കൂട്ടൻ കാണാൻ മോന്റെ സൈക്കിൾ എടുത്തിട്ടാന്ന് പോയിന്. ബസ്സിൽ ഫുള്ള് ആളന്നെ. കുഞ്ഞോള് സ്കൂൾ പറഞ്ഞേ പിന്നെ സ്കൂൾ ബസ് അല്ലെങ്കിൽ നമ്മളെ ബസ് കാലടിച്ചിട്ട് പോകുന്ന ബസ്സാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പൊ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ. ബൈ.